2017 മാർച്ച് 5 ഞായറാഴ്ച ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു. പിറവം മുളക്കുളം വടക്കേക്കര പെരിയപ്പുറം എണ്ണയ്ക്കാപ്പള്ളിൽ ഷാജി വർഗീസിൻ്റെയും സൈലമ്മയുടെയും മകളായ മിഷേൽ ഷാജി വർഗീസിനെയാണ് അന്ന് കാണാതായത്. പിറ്റേന്ന് വൈകുന്നേരത്തോടെ അവളുടെ മൃതദേഹം കൊച്ചി കായലിൽ പൊങ്ങി. ഐലൻഡിലെ വാർഫിനടുത്താണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. നാട്ടുകാരും അവിടെ തടിച്ചുകൂടി. മൃതദേഹം കരയ്ക്കടുപ്പിച്ചു. പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. പോലീസിന്റെ കണ്ണിൽ അതൊരു ആത്മഹത്യയായിരുന്നു. പ്രണയനൈരാശ്യമോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അവൾ ജീവനൊടുക്കിയതായിരിക്കും എന്നായിരുന്നു പോലീസിന്റെ അനുമാനം. പക്ഷേ മിഷേലിന്റെ മൃതദേഹം കണ്ടപ്പോൾ അവളുടെ അച്ഛൻ ഷാജിക്കും ബന്ധുക്കൾക്കും ചില സംശയങ്ങൾ തോന്നി. അതിന് കാരണവുമുണ്ടായിരുന്നു. അവളുടെ വലതുകൈയിൽ ആരോ ബലമായി പിടിച്ചു വലിച്ച് അമർത്തിയതിൻ്റെ പാടുകളുണ്ടായിരുന്നു. മുഖത്ത് നഖം ആഴത്തിൽ ഇറങ്ങിയതിൻ്റെയും ചുണ്ടുകളിൽ മുറിവേറ്റതിൻ്റെയും പാടുകളുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവളുടെ ഒരു കമ്മൽ ചെവിയിൽ നിന്ന് വലിച്ചു പറിച്ച അവസ്ഥയിലുമായിരുന്നു. പിന്നീട് മിഷേലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. പക്ഷേ ഇതൊന്നും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമല്ല, ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇതൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ ആകെ കൂടി വല്ലാത്ത ഒരു ദുരൂഹത അവളുടെ മരണത്തെ ചൂഴ്ന്നു നിന്നു. എന്നാൽ ഗോശ്രീ പാലത്തിനടുത്ത് മിഷേലിനോട് രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെന്ന് വൈപ്പിൻ സ്വദേശിയായ അമൽ ജോർജ് പോലീസിന് മൊഴി നൽകി. ബൈക്കിൽ വരികയായിരുന്ന താൻ പാലത്തിലൂടെ നടന്നു പോകുകയായിരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെന്നും പെൺകുട്ടിയെ കടന്നു പോയതിനു ശേഷം അസ്വാഭാവികത തോന്നി ബൈക്ക് നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു എന്നുമുള്ള മൊഴി പിന്നീട് അയാൾ മാറ്റി പറയുകയും ചെയ്തു. അപ്പോഴും ഷാജിയും സൈലമ്മയും ഉറപ്പിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. മിഷേൽ മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം, അതായത് മാർച്ച് 4-നാണ് അവളെ അവസാനമായി ജീവനോടെ കണ്ടത്. അതും CCTV ദൃശ്യങ്ങളിൽ. പള്ളിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് അവൾ കച്ചേരിപ്പടിയിലുള്ള ഹോസ്റ്റലിൽ നിന്നിറങ്ങിയത്. എറണാകുളത്ത് CA വിദ്യാർത്ഥിനിയായിരുന്നു അവൾ. എറണാകുളം കലൂർ സെൻറ് ആൻ്റണീസ് പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വൈകുന്നേരം 5:45 മുതൽ 6:12 വരെയുള്ള ദൃശ്യങ്ങളായിരുന്നു CCTVയിൽ ഉണ്ടായിരുന്നത്. പള്ളിക്കകത്തേക്ക് കയറിയ മിഷേൽ 20 മിനിറ്റോളം പ്രാർത്ഥിച്ചു. പിന്നീട് പെട്ടെന്ന് പുറത്തേക്കിറങ്ങിയ അവൾ കുരിശുപള്ളിക്ക് മുന്നിലും നിന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ മിഷേൽ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 2 ചെറുപ്പക്കാർ ബൈക്കിൽ അവളെ കാത്ത് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നടന്നു പോകുമ്പോൾ ഈ ചെറുപ്പക്കാർ അവളെ ബൈക്കിൽ പിന്തുടരുന്നതായി ദൃശ്യങ്ങളിലുണ്ട്. ഈ 2 ചെറുപ്പക്കാരെ കുറിച്ച് അന്വേഷിച്ചെന്നും പക്ഷേ അവർക്ക് ഈ സംഭവത്തിൽ യാതൊരു പങ്കുമില്ലെന്നുമായിരുന്നു പോലീസിന്റെ നിലപാട്. മാത്രമല്ല, അവരെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും വിവരങ്ങളൊന്നും കിട്ടിയില്ലെന്ന ന്യായവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വേളയുണ്ടായി. ബൈക്കിൽ അവളെ കാത്തു നിൽക്കുകയും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ മിഷേലിനെ പിന്തുടരുകയും ചെയ്ത ചെറുപ്പക്കാരെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അവരെ കണ്ടപ്പോൾ മിഷേൽ ഭയപ്പെട്ടിരുന്നുവെന്നും അവളുടെ കുടുംബം ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ ഈ ചെറുപ്പക്കാരുടെ മുഖം വ്യക്തമല്ലെന്നും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ തങ്ങളെ അറിയിക്കാനും പോലീസ് പറഞ്ഞു. ദുർബലമായൊരു സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു മിഷേലിൻ്റേത് ഒരു ആത്മഹത്യയാണെന്ന് പോലീസ് വിധി എഴുതിയത്. എന്നാൽ പോലീസിന്റെ ആത്മഹത്യാവാദത്തെ മിഷേലിന്റെ കുടുംബം ശക്തമായി എതിർത്തു. സോഷ്യൽ മീഡിയയിലടക്കം പ്രതിഷേധങ്ങൾ ഉയർന്നു. അങ്ങനെ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതോടെ ആ ചെറുപ്പക്കാരെ കാണാതായി. അവർ സംസ്ഥാനം വിട്ടു എന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തി. തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം അവർക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. ഒടുവിൽ മിഷേലുമായി അടുപ്പമുണ്ടായിരുന്ന ക്രോണിൻ അലക്സാണ്ടർ ബേബി എന്ന ചെറുപ്പക്കാരനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ഛത്തീസ്ഗഡിൽ ജോലി ചെയ്യുകയായിരുന്ന ക്രോണിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് മിഷേലിന് ചില SMS മെസ്സേജുകൾ അയച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി. അതുകൂടാതെ 60 SMS മെസ്സേജുകൾ അയാൾ തൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. മിഷേലും ക്രോണും തമ്മിലുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും അന്വേഷണ സംഘം ക്രോണിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തി. പക്ഷേ ലോക്കൽ പോലീസ് കണ്ടെത്തിയ ആത്മഹത്യ എന്ന കാരണത്തിനപ്പുറം ഒന്നും കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിനും കഴിഞ്ഞില്ല. ക്രൈംബ്രാഞ്ചും മിഷേലിൻ്റേത് ആത്മഹത്യ തന്നെയാണെന്ന് വിധി എഴുതി. മിഷേലിന് നേരെ പീഡന ശ്രമമോ ബലപ്രയോഗമോ ഉണ്ടായിട്ടില്ല. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ക്രോണിൻ അലക്സാണ്ടർ മാനസികമായി ബുദ്ധിമുട്ടിച്ചതായിരുന്നു മിഷേലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞത് മിഷേലിൻ്റേത് മുങ്ങി മരണമാണ് എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് ക്രൈംബ്രാഞ്ച് DYSP ജോർജ് ചെറിയാൻ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത്. ഇതിനിടെ മിഷേലിനെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്ന തലശ്ശേരിക്കാരനായ ഒരു യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു.
മിഷേലിൻ്റേത് കൊലപാതകമാണെന്ന് തന്നെയായിരുന്നു ഷാജിയും കുടുംബവും ഉറച്ച് വിശ്വസിച്ചിരുന്നത്. എന്നാൽ അതൊരു ആത്മഹത്യയാണെന്ന് ക്രൈംബ്രാഞ്ചും നിഗമനത്തിലെത്തിയതോടെ അവരാകെ നിരാശരായി. മകളുടെ ആത്മാവിന് നീതി കിട്ടണമെന്നും കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ഷാജിയും കുടുംബവും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ജനപ്രതിനിധികളടക്കം അവർക്ക് പിന്തുണയുമായി ഒപ്പം നിന്നു. അപ്പോഴേക്കും മിഷേലിൻ്റെ മരണം നടന്നിട്ട് 2 കൊല്ലങ്ങൾ കഴിഞ്ഞിരുന്നു. മകളുടേത് കൊലപാതകമാണെന്നും അത് ഒതുക്കി തീർക്കാൻ ആദ്യം മുതൽ തന്നെ ഉന്നതങ്ങളിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഷാജി ആരോപിച്ചു. മാത്രമല്ല, മിഷേലിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടിയത് മുതൽ ഒരു പ്രമുഖ രാഷ്ട്രീയ സംഘടനയിലെ യുവ നേതാക്കൾ കേസിൽ ഇടപെട്ടതായും അദ്ദേഹം ആരോപിച്ചു. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത ക്രോണിന് മിഷേലുമായി അടുപ്പമുണ്ടായിരുന്നു. മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. തിങ്കളാഴ്ച വിവരമറിയുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് അന്ന് മിഷേൽ ഫോൺ കട്ട് ചെയ്തത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കോടതിക്ക് തൃപ്തിയുണ്ടായിരുന്നില്ല. ചില കാര്യങ്ങൾ വീണ്ടും അന്വേഷിക്കണമെന്ന് 2024 സെപ്റ്റംബറിൽ കോടതി ഉത്തരവിട്ടു. മിഷേലിന്റെ മരണത്തിൽ ആത്മഹത്യാ കുറ്റം ചുമത്തിയ ക്രോണിൻ അലക്സാണ്ടർ ബേബിയുടെ ഫോണിൽ നിന്ന് 60 SMS മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ഈ മെസ്സേജുകൾ വീണ്ടെടുക്കാനുള്ള സാധ്യതകൾ ഒരിക്കൽ കൂടി പരിശോധിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ കൊന്നുകളയും എന്നതടക്കമുള്ള ഭീഷണി മെസ്സേജുകൾ ക്രോണിൻ മിഷേലിന് അയച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഗോശ്രീ പാലത്തിൽ നിന്ന് തന്നെയാണ് മിഷേൽ കായലിലേക്ക് ചാടിയത് എന്നുള്ളതിന് യാതൊരു തെളിവുകളുമില്ലായിരുന്നു. അതുകൊണ്ട് 1ഉം 2ഉം പാലങ്ങളുടെ പരിസരത്ത് പരിശോധന നടത്തണം. ഈ 2 ഇടങ്ങളിൽ നിന്നുമുള്ള വെള്ളത്തിന്റെ സാമ്പിളുകൾ എടുത്ത് ഡയറ്റം പരിശോധന നടത്തണം. മൃതദേഹം ഒഴുകി ഐലൻഡിലെ വാർഫിലെത്തിയെന്ന നിഗമനം ഉറപ്പാക്കാൻ വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിലെ ടൈഡൽ സർക്കിളുകളുടെ എണ്ണം കണക്കിലെടുത്ത് ഒരിക്കൽ കൂടി വിലയിരുത്തണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ അന്വേഷിച്ച് ആത്മഹത്യയാണെന്ന് കണ്ടെത്തിയ ക്രൈംബ്രാഞ്ചിനെ തന്നെ വീണ്ടും അന്വേഷണം ഏൽപ്പിച്ചിട്ട് എന്തു കാര്യം എന്ന സംശയം മിഷേലിന്റെ കുടുംബത്തിനുണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ വീഴ്ചകളും തങ്ങളുടെ സംശയങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് മിഷേലിന്റെ അച്ഛൻ ഷാജി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. മകളുടെ മരണത്തിൽ നടൻ ലാലു അലക്സിന്റെ മകന് പങ്കുണ്ടെന്ന ആരോപണവും ആ കത്തിൽ ഉന്നയിച്ചിരുന്നു. അന്വേഷണത്തെ സ്വാധീനിച്ചതും വഴിതെറ്റിച്ചതും നടന്റെ ഇടപെടലുകളായിരുന്നു എന്ന സംശയവും കുടുംബം ഉയർത്തി. പക്ഷേ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിന് ഫലമുണ്ടായില്ല. ഒടുവിൽ മിഷേലിന്റെ കുടുംബത്തിന് നീതിക്കു വേണ്ടി ഓർത്തഡോക്സ് സഭ തന്നെ രംഗത്തിറങ്ങി. ഇതോടെ സർക്കാരിന് മേൽ സമ്മർദ്ദം കൂടി. കേസിന്റെ അന്വേഷണം CBIക്ക് വിടണം എന്നതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മിഷേലിന്റെ കുടുംബം കേരള ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഈ ആവശ്യം ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് ആത്മഹത്യയാണെന്ന് കണ്ടെത്തിയ കേസിൽ CBIയുടെ അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. കായലിലേക്ക് ചാടിയ മിഷേൽ 24 മണിക്കൂർ വെള്ളത്തിൽ കിടന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അവളുടെ മൃതദേഹം കരയ്ക്കെടുത്തപ്പോൾ വയറ്റിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയപ്പെടുന്നു. എന്നാൽ ശരീരത്തിൽ നിന്ന് കായൽ വെള്ളം കണ്ടെത്തിയെന്നാണ് കാക്കനാട് ഫോറൻസിക് ലാബിൽ നടത്തിയ രാസപരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയത്. മിഷേലിന്റെ ശരീരത്തിൽ വിഷാംശമോ മറ്റു രാസപദാർത്ഥങ്ങളോ കണ്ടെത്തിയില്ല. മാത്രമല്ല, അവൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുമില്ലായിരുന്നു. നല്ല മനോധൈര്യമുള്ള പെൺകുട്ടിയായിരുന്നു മിഷേലെന്നും അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുമായിരുന്നു അവളുടെ കൂട്ടുകാരികളും ഉറപ്പിച്ചു പറഞ്ഞത്. മിഷേലും ക്രോണും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് അവളുടെ പല സുഹൃത്തുക്കൾക്കും അറിയാമായിരുന്നു. പലപ്പോഴും അവളെ ക്രോൺ മർദ്ദിച്ചിരുന്നതായി കൂട്ടുകാരികൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. മിഷേലിനെ ബോട്ടിൽ കടത്തിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി കായലിൽ തള്ളിയതാണെന്ന് അവളുടെ അച്ഛൻ ഷാജി ആരോപിച്ചിരുന്നു. മിഷേലിനെ കാണാതായ ദിവസം കൊച്ചി കായലിൽ വിദേശത്ത് നിന്നെത്തിയ വിനോദസഞ്ചാരികളുമായി ഒരു ഉല്ലാസ കപ്പലെത്തിയിരുന്നു. ഇങ്ങനെ എത്തുന്ന കപ്പലുകളിലേക്ക് പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന സംഘം കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഷാജി ആരോപിച്ചു. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മിഷേലിനെ കാണാതായ ദിവസം സന്ധ്യയ്ക്ക് കായലിലുണ്ടായിരുന്ന ബോട്ടുകളെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തി. മിഷേലിനെ കാണാനില്ലെന്ന് ഷാജി അന്നു തന്നെ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും പരാതി സ്വീകരിക്കാനോ അന്വേഷണം തുടങ്ങാനോ പോലീസ് തയ്യാറായില്ലെന്നാണ് ഷാജിയുടെ വാദം. എന്നാൽ പരാതി നൽകാൻ വൈകിയെന്ന മറുവാദം പോലീസും ഉയർത്തുന്നു. മിഷേൽ ഗോശ്രീ 2ാം പാലത്തിൽ നിന്ന് ചാടിയെന്നായിരുന്നു സാക്ഷിമൊഴി. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കായലിൽ പരിശോധന നടത്തിയത്. അതുകൊണ്ട് തന്നെ മിഷേലിന്റെ വാച്ചും ബാഗും ഷൂസും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. 1ാം ഗോശ്രീ പാലത്തിനടുത്ത് തിരച്ചിൽ നടത്തിയതുമില്ല. കായലിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ മിഷേലിന്റെ മൃതദേഹം ജീർണിച്ചിരുന്നില്ല. കായലിലെ ഉപ്പുവെള്ളം കാരണമാണ് ജീർണിക്കാതിരിക്കാൻ
ഒരു കാരണമായി പോലീസ് പറഞ്ഞത്. മൃതദേഹം കണ്ടെത്തിയ ഇടത്തെ വെള്ളത്തിന്റെ സാമ്പിൾ മാത്രമാണ് ശേഖരിച്ചത്. ചാടി എന്ന് പറയുന്നിടത്തെ വെള്ളം ശേഖരിച്ച് പരിശോധന നടത്തിയതുമില്ല. വേലിയിറക്കം കാരണമാണ് ശരീരം ഒഴുകി വാർഫിനടുത്ത് എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. അത് ശരിയുമാണ്. പക്ഷേ മൃതദേഹം വെള്ളത്തിൽ കിടന്ന 20 മണിക്കൂറിലധികം നേരം എത്ര വേലിയിറക്കം ഉണ്ടായിട്ടുണ്ടെന്ന് പഠനം നടത്തിയിട്ടില്ല. മിഷേലിന്റെ വയറ്റിൽ ക്യാരറ്റിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഹോസ്റ്റലിൽ വിളമ്പിയ ഭക്ഷണത്തിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നുമില്ല. പുറത്തുനിന്ന് മിഷേൽ ആരോടൊപ്പമെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞെങ്കിലും പോലീസ് സമീപത്തുള്ള ഹോട്ടലുകളിൽ പരിശോധന നടത്തിയതുമില്ല. 7 കൊല്ലം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന് ഇനി പ്രസക്തിയുമില്ല. ഈ കാരണങ്ങളൊക്കെ അന്വേഷണത്തിന്റെ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മിഷേലിനെ കൊച്ചി കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് 8 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും നീതി തേടി അലയുകയാണ് ഷാജിയും കുടുംബവും. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ട് എങ്ങും എത്താത്ത കേസ് CBIക്ക് വിടണമെന്ന് ഇവർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ ആവശ്യം ഉന്നയിച്ച് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കൂടുതൽ അന്വേഷണം നടത്തി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശത്തോടെ കോടതി ഈ ആവശ്യം തള്ളുകയാണ് ഉണ്ടായത്. ക്രൈംബ്രാഞ്ച് ഇതുവരെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടുള്ള നിയമ വഴി തേടാനാണ് മിഷേലിന്റെ കുടുംബത്തിന്റെ തീരുമാനം. മിഷേലിന്റെ മരണം ആത്മഹത്യയാണെന്ന് പോലീസും ക്രൈംബ്രാഞ്ചും ഉറപ്പിച്ചു പറയുമ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. നല്ല മനോധൈര്യമുള്ള മിഷേൽ ക്രോണുമായുള്ള തർക്കത്തിന്റെ പേരിൽ ജീവനൊടുക്കുമോ? വെള്ളത്തിൽ വീഴുമ്പോഴല്ലാത്ത അടയാളങ്ങൾ അവളുടെ മൃതദേഹത്തിൽ എങ്ങനെ വന്നു? ലാലു അലക്സിന്റെ മകന് മിഷേലിന്റെ മരണത്തിൽ എന്താണ് പങ്ക്? അന്വേഷണം ആദ്യം മുതൽ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായോ? ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല.